സുബ്രഹ്മണ്യ സ്വാമി പറയുകയാണ്, ആ അർത്ഥത്തിലാണ് ബ്രഹ്മം. ഉപനിഷത്തുക്കള് ആ ശ്രീ പരമേശ്വരനെ വിളിക്കണ പേരാണത് ബ്രഹ്മം. ശ്രീ പരമേശ്വരനെ ഉപനിഷത്തിൽ വിളിക്കുന്നു ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് അത് പരമേശ്വരൻ. ശിവശക്തി സ്വഭാവങ്ങളോട് ചേർന്നിട്ടുള്ള അത് രണ്ടും ചേർന്ന അവസ്ഥ, ശിവനും ശക്തിയും ചേർന്ന അവസ്ഥ, അതാണിത് പ്രപഞ്ചമായിട്ട് മാറുന്നത്. അദ്ദേഹം പറയാണ്, ശംഭു തന്നെയാണ് ആര് ബ്രഹ്മം. ഈ ശംഭു തന്നെയാണ് ബ്രഹ്മം, ഭഗവാൻ തന്നെയാണ്, മറ്റൊന്നല്ല. എന്നിട്ട് പറയാണ്, അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ആ ശംഭുവിൻ്റെ ശക്തി ആര്? ശാംഭവി. അമ്മയെ വിളിക്കുന്ന പേരാണ് ശാംഭവി. ഇതൊക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ട് പരസ്പരം കൂടിച്ചേർന്നിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ഒരു കല്ലിന്മേൽ കല്ല് അടുക്കി വെച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അത് മാത്രമേ ഉള്ളൂ, നമ്മൾ നോക്കണം, നോക്കിയാൽ കാണാം. മായയും അതിന് മുകളിലോട്ടുള്ളതൊക്കെ ആ അമ്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആ അമ്മയാകട്ടെ ശ്രീ പരമേശ്വരനിൽ നിന്ന് ഉണ്ടാവണം. ഈ ഐക്യഭാവമാണ് നമ്മൾ കാണുന്നത്. ഈ ഐക്യഭാവം. എന്നിട്ട് പറയുകയാണ്, പഞ്ചബ്രഹ്മമയമായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങളിൽ പ്രപഞ്ചം തന്നെയാണ് ബ്രഹ്മമായിട്ട് കാണിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് ബ്രഹ്മശബ്ദം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. പഞ്ചബ്രഹ്മമയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പഞ്ചമുഖങ്ങളോട് കൂടിയിട്ടുള്ള ഭാവമാണ്. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, സത്യോജാതൻ, ഇങ്ങനെ 5 മുഖങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ഭാവം, അതാണ് പഞ്ചമുഖ ബ്രഹ്മം. ആ പഞ്ചമുഖ ബ്രഹ്മഭാവത്തിൽ പ്രപഞ്ചം തന്നെയാണ് ബ്രഹ്മാർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. കാരണം അതൊക്കെ തുടങ്ങുന്നത് ആ ഭഗവാനിൽ നിന്നാണ്. പിന്നെയാണ് വികാസം പ്രാപിച്ച് അത് പഞ്ച കർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചതത്വങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത്. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഭഗവാന്റെ ശക്തികളെ പറ്റിയിട്ട് പറയുകയാണ്. ഭഗവാന്റെ 5 ശക്തികളെ പറ്റി പറയുകയാണ്. ഇനിയാണ് ശൈവവുമായിട്ട് ശൈവത്തിലുള്ള 36 തത്വങ്ങൾ സവിസ്തരം ഇവിടെ വർണ്ണിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, അല്ലയോ വാമദേവ, ഈ പഞ്ചമുഖ ബ്രഹ്മൻ ഭഗവാന്റെ സ്വരൂപം സ്വയം ഈ പ്രപഞ്ചമായിട്ട് മാറുന്നുണ്ട്. ആ ഭഗവാന്റെ 5 ശക്തികൾ, ഒന്ന് ചിത്ശക്തി, രണ്ടാമത്തത് ആനന്ദശക്തി, മൂന്നാമത്തേത് ഇച്ഛാശക്തി, നാലാമത്തത് ജ്ഞാനശക്തി, അഞ്ചാമത്തത് ക്രിയാശക്തി. ചിത്ശക്തി, ആനന്ദശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 5 ഭാവങ്ങളാണ്. ഈ ചിത്ശക്തി എന്തായിട്ട് മാറുന്നു? നാദമായിട്ട് മാറും. ചിത്ശക്തി നാദമായിട്ട് മാറുന്നു, ഓംകാരത്തിൻ്റെ ശബ്ദമായിട്ട് മാറും, അനാഹതമായിട്ടുള്ള നാദമായിട്ട് മാറുന്നു. ആനന്ദശക്തിയിലേക്ക് വരുമ്പോൾ അത് ബിന്ദുവായിട്ട് മാറും. അതാണത് ബിന്ദുവായിട്ട് മാറുന്നത്, ആജ്ഞാചക്രമായിട്ട് അവിടെ. അത് കഴിഞ്ഞാൽ ഇച്ഛാശക്തി, അത് ആ സദാശിവനായിട്ട് മാറും. ശൈവത്തിൽ അങ്ങനെയുണ്ട്. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ടായി, നമുക്ക് മുന്നോട്ട് പറയാം. അടുത്തത് ജ്ഞാനശക്തി, അത് ഈശ്വരനായിട്ട് മാറും. ക്രിയാശക്തി, അത് സദ്വിദ്യയായിട്ട് മാറും. ഭഗവാന്റെ 5 ശക്തികൾ. എന്നിട്ട് അദ്ദേഹം പറയാണ്, പഞ്ചമുഖ ബ്രഹ്മനെ പറ്റിയിട്ട് ഇനി ഞാൻ പറയും. പഞ്ചമുഖ ബ്രഹ്മത്തെ പറ്റിയിട്ട് ഇനി ഞാൻ പറയും. ഈ പഞ്ചമുഖ ബ്രഹ്മം ആദ്യം ആ ശിവനിൽ നിന്ന് ഈശാനനുണ്ട്. ശിവനിൽ എന്ത് ചെയ്യുന്നു? ഈശാനുണ്ട്. ആ ഈശാനനിൽ നിന്ന് തത്പുരുഷനുണ്ട്. തത്പുരുഷനിൽ നിന്ന് അഘോരനുണ്ട്. അഘോരനിൽ നിന്ന് വാമദേവനുണ്ടായി. വാമദേവനിൽ നിന്ന് സത്യോജാതനുണ്ട്. ഇതിനാണ് 5 പേര്. ഈ 5 പേര്, ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ട് കണ്ടാകുന്നത്. പഞ്ചമുഖ ബ്രഹ്മം പ്രപഞ്ചനാഥനായിട്ടാണ് കണ്ടാകുന്നത്. എന്താ താല്പര്യം? ഈശാനൻ മുകളിൽ, ആ ദിക്കുകൾ ശ്രദ്ധിക്കുക. ഈശാനൻ മുകളിൽ, ഈശാനിൽ നിന്ന് തത്പുരുഷൻ കിഴക്ക്, ആ തത്പുരുഷനിൽ നിന്ന് അഘോരൻ തെക്ക്, അഘോരനിൽ നിന്ന് വാമദേവൻ വടക്ക് ഭാഗത്ത്, സദ്യോജാതൻ പടിഞ്ഞാട്ട് ഭാഗത്ത്.
4 ദിക്കുകളുമായി പോകുന്നു. അങ്ങനെ സർവപ്രപഞ്ചത്തിന്റെ സ്വരൂപമായിട്ടിരിക്കുന്ന പഞ്ചമുഖ ബ്രഹ്മം. ഈ പഞ്ചമുഖ ബ്രഹ്മത്തിൽ നിന്ന് 5 കലകളുണ്ട്. ഈ കലകളും ഇനി അടുത്ത വരാൻ പോകുന്ന മായയുടെ ഒരു കലയും കാണാറുണ്ട്. അതിലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, വ്യത്യാസമുണ്ട് കുറച്ച്. ആ പഞ്ചമുഖ ബ്രഹ്മത്തിൽ നിന്ന് 5 കലകൾ. ശാന്തിരീതം, ശാന്തി ഇത്യാദി കലകൾ. ശാന്തിരീത കലാത്മിക അങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ്. പരാശക്തിയുടെ ഭാവമാണ്. ഇത് പരാശക്തിയുടെ ഭാവമാണ്, ചിത്ശക്തിയുടെ ഭാവമാണ്. എന്നിട്ട് പറയാണ് ആ പഞ്ചമുഖ ബ്രഹ്മത്തില് ഈശാനനിൽ നിന്ന് ചിത്ശക്തി വഴി അത് രണ്ടും ചേർന്നിട്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം 5 കർമ്മങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം ഇതൊക്കെ ചെയ്യിക്കുന്ന ആൾ ആ ചിത്ശക്തിയാണ്. അതുകൊണ്ടാണ് അമ്മയെ വിളിക്കുന്നത് പഞ്ചകൃത്യപരായണ. സഹസ്രനാമത്തിൽ അമ്മയെ വിളിക്കുന്ന പേരാണ് പഞ്ചകൃത്യപരായണ. ഈ 5 കർമ്മങ്ങളും ചെയ്യുന്ന ആൾ മുഴുവൻ ആ അമ്മയാണ്. ശിവനിൽ നിന്ന് പുറത്തു വന്ന ആ ശക്തിയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ശിവൻ അവിടെ കാളിയുടെ കാലിൻ്റെ ചോട്ടിൽ അവിടെ കടക്കണതിൻ്റെ താല്പര്യമാണ്. അതിന് ഇന്ന് നമ്മൾ പല തെറ്റായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ശിവൻ അവിടെ കിടക്കുകയാണ്, ദേവി ആ ശിവന്റെ മുകളിൽ ആ ഹൃദയഭാഗത്ത് നിൽക്കുക. കാരണം പ്രവർത്തിക്കുന്ന ആൾ ശക്തിയാണ്, ഭഗവാന്റെ ക്രിയാഭാവമാണ്. ആ ക്രിയാഭാവം 5 കർമ്മങ്ങൾ, 5 ക്രിയകൾ ചെയ്യും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇത്യാദി 5 കർമ്മങ്ങൾ. അങ്ങനെ ദേവിയെ പഞ്ചകൃത്യപരായണ. അടുത്തത് ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് പഞ്ചമുഖ ബ്രഹ്മനുണ്ടായി. ആ പഞ്ചമുഖ ബ്രഹ്മത്തിൽ നിന്ന് 5 കലകളുണ്ടായി, 5 കർമ്മങ്ങളുണ്ടായി. ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതിനൊക്കെ കൂടി ഒന്ന് ഓർഡറിലാക്കിയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്. സൃഷ്ടിയുടെ സമയത്തുള്ള ആ ശ്രീ പരമേശ്വരൻ്റെ 5 ശക്തികൾ, ആ ശക്തിഭാവങ്ങളൊക്കെ പറയുന്നു. ആദ്യം ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് ശിവതത്വമുണ്ട്. പുരാണത്തിലുള്ള ഭാഗമാട്ടോ, ശൈവത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് സൃഷ്ടിയുടെ സമയത്ത് ജ്ഞാനസ്വരൂപമായിട്ട്, ഇച്ഛാസ്വരൂപമായിട്ട് ശിവതത്വം, പരമശിവനിൽ നിന്ന് ശിവതത്വം. അത് കഴിഞ്ഞ് ജ്ഞാനസ്വരൂപമായിട്ട് ജ്ഞാനവും ക്രിയയിലും ക്രിയ കുറഞ്ഞു നിന്ന്, കർമ്മം കുറഞ്ഞു നിന്ന് ജ്ഞാനം ഏറി നിൽക്കുന്ന അവസ്ഥയിൽ സദാശിവൻ, ജ്ഞാനസ്വരൂപനായിട്ട് സദാശിവൻ. കർമ്മം ഏറി നിൽക്കുകയും ജ്ഞാനം കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ മഹേശ്വരൻ. രണ്ടും തുല്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സദ്വിദ്യ. ഇങ്ങനെ ഭാവങ്ങളുണ്ടാകും. ശൈവത്തിൽ, കാശ്മീര ശൈവം ത്രികാസമ്പ്രദായത്തിൽ കുറച്ച് വ്യത്യാസമുള്ളത്, ശിവൻ, ആ ശിവനിൽ നിന്ന് ശക്തി ഉണ്ടാവുകയാണ്. ആ ശിവശക്തി സംഭവം ആയിട്ടുള്ള 3 തത്വങ്ങൾ വരികയാണ്: സദാശിവൻ, ഈശ്വരൻ, സദ്വിദ്യ. സദാശിവൻ അവിടെ ഇച്ഛാസ്വരൂപമാണ്. പുരാണത്തിൽ അത് ജ്ഞാനസ്വരൂപമാണ്. എന്നാൽ ശൈവത്തിലേക്ക് വരുമ്പോൾ അത് ഇച്ഛാസ്വരൂപമാണ്. ജ്ഞാനസ്വരൂപം അവിടെ മഹേശ്വരനാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. ക്രിയാഭാവം അവിടെ വരുന്നത് സദ്വിദ്യക്കാണ്. ഈ വ്യത്യാസം ശൈവത്തിനും പുരാണത്തിനും ചെറുതായിട്ടുണ്ട്. തത്വസന്തോഷത്തിൽ ഈ രീതിയിലാണ് 36 തത്വങ്ങൾ പറയുന്നത്. 36 തത്വങ്ങളിൽ ആദ്യത്തെ 5 തത്വങ്ങൾ ഈ വിധത്തിലാണ് പറയുന്നത്. പുരാണത്തിലാണെങ്കിൽ മറ്റൊരു വിധത്തിൽ സദ്വിദ്യ, ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഒരുമിച്ച് നിൽക്കുന്ന ഭാവത്തിൽ, ക്രിയാശക്തി ഏറി നിൽക്കുന്ന ഭാവത്തിൽ മഹേശ്വരൻ, ജ്ഞാനശക്തി ഏറി നിൽക്കുന്ന ഭാഗത്തിൽ സദാശിവൻ, ഇച്ഛാശക്തിയിൽ ശിവൻ. ഈ വ്യത്യാസം അവിടെയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ആ സദ്വിദ്യയിൽ നിന്ന് ആരുണ്ടാവുകയാണ്? മായ ഉണ്ടാകും. മായ. കാരണം അതുവരെ പ്രപഞ്ചം അതിലില്ലാത്തതാണ്. നമ്മളെ സംബന്ധിച്ച് അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ചട്ടക്കൂട് വേണം. ആ ചട്ടക്കൂട് ഉണ്ടാക്കണമാണ്, അതാണ് മായ.
ഈ ചട്ടക്കൂട് ഉണ്ടാക്കുന്ന നല്ല പേരാണ് മായ. ഭഗവാന്റെ എല്ലാത്തിനെയും ഒതുക്കണ ശക്തി, അതാണ് മായ. എല്ലാത്തിനെയും ഒതുക്കണം. ആ മായക്ക് 5 കഞ്ചുകങ്ങൾ: കല, കാലം, നീതി, വിദ്യ, രാഗം. ശ്രീ പരമേശ്വരനുള്ള 5 കലകളെ നമ്മൾ പ്രാണൻ ഈ ബന്ധനത്തിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ 5 കഞ്ചുകങ്ങളായിട്ട് മാറും. അതിനൊക്കെ അടക്കണ ആളായിട്ട്, അതിനൊക്കെ ഒതുക്കണ ആളായിട്ട്. ഒന്നാമത്തെ കല സർവകർത്തൃത്വം എന്നാണ് ഭഗവാന്റെ ആ കല. ഭഗവാന്റെ കല സർവകർത്തൃത്വം എന്നാണ്. സർവകർമ്മങ്ങളും ആ ഭഗവാനാൽ ചെയ്യപ്പെടുന്നു. എന്നാൽ നമ്മളിലേക്ക് വരുമ്പോൾ ചിലത് നമ്മുടേതാണ്, ഇത് എന്നാൽ കർത്തൃത്വം ചെയ്യപ്പെടേണ്ടതാണ്, എന്നാൽ ഇതെന്നാൽ ചിലത് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ളൊരു ഭേദഭാവം നമ്മളിൽ വരുന്നു. സർവകർത്തൃത്വം കുറേ അവസ്ഥ. കർമ്മങ്ങൾ എന്ത് ചെയ്യാനും ഭഗവാനിൽ സമർപ്പിക്കാത്ത അവസ്ഥ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യാത്ത അവസ്ഥ, കർമ്മങ്ങൾ സമർപ്പിക്കാത്ത അവസ്ഥ. ഇതിന് ഏറ്റവും ലളിതമായിട്ടുള്ള വ്യാഖ്യാനം നമുക്ക് മലയാളത്തിൽ ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തുള്ള സർവ്വകർമ്മങ്ങൾ എണ്ണിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? 3 തരത്തിൽ തരംതിരിക്കാം: പുണ്യകർമ്മം, പാപകർമ്മം, മിശ്രകർമ്മം. പൂന്താനം പറയാണ്, ലോകത്ത് നമ്മൾ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറയാണ്, എല്ലാ കർമ്മങ്ങളെയും 3 തരത്തിലെടുക്കാം: പുണ്യം, പാപം, മിശ്രം. 3 ബന്ധം. പുണ്യമാണെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങല, പാപമാണെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചങ്ങല, അല്ല മിശ്രകർമ്മമാണെങ്കിൽ 2 ചേർത്തുണ്ടാക്കിയ ചങ്ങല. ഇത് മാത്രം വ്യത്യാസം. കർത്തൃത്വ ബോധം എപ്പോഴാണോ നമ്മളിൽ ഉണ്ടാവുന്നത്, ഇത് ബന്ധനത്തിന് കാരണമാവും. ഞാൻ കൊള്ളാട്ടോ, ഞാൻ ചിന്ത. അത് പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും മിശ്രകർമ്മമാണെങ്കിലും ഒക്കെ അവിടെ സമർപ്പിക്കണം. അല്ലെങ്കിൽ ആരാ ബാധിക്കുക? നമ്മളെ കാലം. അതിനാണ് കല എന്ന് പറയാം. സർവം എന്നാൽ കർത്തൃത്വമാണ് എന്നുള്ള അവസ്ഥയിൽ, സർവം എന്നാൽ ചെയ്യപ്പെട്ടതാണെന്നുള്ള അവസ്ഥയിൽ എന്തില്ല? ഭേദഭാവമില്ല. അത് ആരാലും മാത്രം സാധ്യമാണ്. ആ ശിവന് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സർവകർമ്മങ്ങളും എന്ത് ചെയ്യാൻ അവിടെ സമർപ്പിക്കും. അതാണ് സങ്കല്പത്തിന് തുടക്കത്തിൽ പറഞ്ഞത്. ഭഗവാനീ വ്രതം അങ്ങയുടെ കാര്യത്തിൽ സമർപ്പിക്കുകയാണ്. ശിവരാത്രിയുടെ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ് സങ്കല്പത്തിൽ. ഭഗവാനീ വ്രതം അങ്ങയുടെ കാര്യത്തിൽ സമർപ്പിക്കുകയാണ്. ഈ ബന്ധനം പൊട്ടിക്കാനുള്ളത് ഏറ്റവും വലിയ ബന്ധനങ്ങളൊന്നാണ് കർത്തൃത്വബോധം എന്നുള്ളത്. കല കഴിഞ്ഞാൽ പിന്നെ കാലം. കാലത്തിൻ്റെ ബന്ധനമുണ്ട് നമുക്ക്. നമ്മളെല്ലാവരും ജനിച്ചാൽ അതേപോലെ നിൽക്കുന്നുണ്ടോ? മാറ്റം ഉണ്ടാവുന്നുണ്ട്. ജനിച്ച എല്ലാവരും ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ജീവിക്കും. അങ്ങനെ എന്തെങ്കിലും കരാറെടുത്ത് വന്നവരുണ്ട്, വന്നാൽ തീർച്ചയായിട്ടും പോയിരിക്കും. അതിനൊരു കാലമുണ്ട്, തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. സർവ്വചരാചരങ്ങൾക്കും എന്തുണ്ട്? തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. കാലം ബാധനം. നിത്യത എന്നുള്ളത് ഈ ശരീരത്തിനില്ല. ഉള്ളിലുള്ള ആൾക്കുണ്ട്. ഉള്ളിലുള്ള ആത്മാവിന് എന്തുണ്ട്? ഈ നിത്യതയുണ്ട്. അതാ ശിവന്റെ തന്നെ സ്വരൂപമാണ്. ആത്മാബന്ധാണ് ശിവസ്വരൂപമാണ്. അതിന് നിത്യതയുണ്ട്. പക്ഷെ പുറത്തുള്ള ചട്ടക്കൂടിന് എന്തില്ല? നിത്യതയില്ല. അത് വന്നാൽ പോയിരിക്കും. കാലത്തിന് ബാധകമാണ്. അതുകൊണ്ടാണ് കാലപാശം നമ്മളെപ്പോഴും പറയുന്ന കാര്യം. കാലപാശം ബന്ധനമാണ്, മായയുടെ സ്വരൂപമാണ്. അടുത്തത് നിയതി. നിയതിയുടെ ഭാഗം നമ്മളെ വ്യാപിക്കാൻ അനുവദിക്കാത്തതുണ്ടോ അത് നിയതി. ചുരുക്കി നിർത്തുന്നത്. വ്യാപിക്കാൻ അനുവദിക്കാത്തതുണ്ടോ അത് നിയതി. ശ്രീ പരമേശ്വരൻ്റെ ഈ ഭാവം, ഈ കല വ്യാപനത്തെ സൂചിപ്പിക്കണം. ഈ വ്യാപനത്തെ ചുരുക്കണതാരോ അത് നിയതി. ഇപ്പൊ മായ എന്നുള്ളത് ഭഗവാന്റെ തന്നെ ഒരു വൈഭവമാണ്. എല്ലാറ്റിനെയും ചുരുക്കണ വൈഭവം. ഭഗവാൻ എന്ത് ചെയ്യും? തന്നെ ആ മായയ്ക്ക് വിധേയനാകും. ഈ 5 കഞ്ചുകങ്ങൾക്ക് വിധേയനാകും. അപ്പോഴാണ് പുരുഷനായിട്ട് മാറുന്നത്. പുരുഷൻ എന്നുള്ളത് ആ ഭഗവാന്റെ ഒരു അംശമാണ്. അല്ലാണ്ട് ആ ശ്രീപരമേശ്വരൻ മുഴുവനായിട്ടല്ല, ഭഗവാന്റെ ഒരു അംശം. അതുള്ളിലുണ്ട്. അതെന്ത് ചെയ്യാണ്? ആ ഭഗവാനിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ്. അതിനാണ് ശിവോഹം എന്ന് പറയുന്നത്. ഇല്ലാണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ആ ശിവനാണെന്ന് അർത്ഥത്തിൽ എടുക്കരുത്. ഞാൻ ആ ശിവൻ തന്നെയാട്ടോ ആ അർത്ഥത്തിൽ എടുക്കരുത്. ഭഗവാന്റെ ഒരു അംശം, ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം. അതാണ് ഞാൻ എന്നുള്ള ബോധ്യം. അതെന്ത് ചെയ്യണം? തുടങ്ങിയെടുത്ത് തന്നെ ചേരണം. ആ പൂർണ്ണമായിട്ടുള്ള ശിവനിൽ തന്നെ അത് ചേരണം. വേറെ എവിടെ അത് നിൽക്കില്ല. വേറെ എവിടെ കൊണ്ടിട്ടാലും അത് നിൽക്കില്ല. ചേരാൻ വേണ്ടിയിട്ട് അടുത്ത ശരീരം എടുത്തിട്ട് വരും. ചേരാത്തപ്പോഴാണ് അത് അടുത്ത ശരീരം എടുത്തിട്ട് അത് വരുന്നത്. ചേരാൻ വേണ്ടിയിട്ട്, ഭഗവാനിൽ ചേരാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക? ജന്മത്തിൽ ചേർക്കില്ലാട്ടോ. ഇതാണ് നമ്മുടെ ജന്മം.
കാരണം നമ്മൾ ഈ പാശത്തെ അറുക്കാൻ ശ്രമിക്കുന്നത്. പാശുപതം നമ്മൾ അനുഷ്ഠിക്കാറില്ല. പാശുപതം എന്ന് പറഞ്ഞാൽ എന്താ? പാശുപതം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അതൊരു അസ്ത്രം മാത്രമാണ്. അതൊരു യഥാർത്ഥത്തിൽ മോക്ഷത്തിൻ്റെ വിധിയാണ്. പാശുപതം ശിവപുരാണത്തിൽ സവിസ്തരം പറയുന്നൊരു ഭാഗമാണ്. ദേവന്മാരോടൊക്കെ പശുഭാവത്തിൽ ഇരിക്കാൻ പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സംശയം അറിഞ്ഞിട്ട് ഭഗവാൻ പറയേണ്ടത്, നിങ്ങൾ എന്തിനാ പേടിക്കണത്? പാശുപതം ഞാൻ തന്നിട്ടുണ്ടല്ലോ, 12 വർഷം അത് അനുഷ്ഠിക്കൂ. പാശത്തെ അറക്കണ വിദ്യ, അതാണ് പാശുപതം. പശുപതിയിൽ നിന്ന് നേരിട്ട് വരുന്നതുണ്ട്, അതാ പാശുപതം. 12 വർഷം അതിൻ്റെ കാലാവധി. അത് 4 മാസം കൊണ്ട് ചെയ്ത് തീർത്ത ആളുടെ പേരാണെന്ത്? അർജുനൻ. 4 മാസം താമസിക്കുന്നുണ്ട്, 4 മാസം. അപ്പോൾ ആലോചിച്ചൊക്കെ എത്രത്തോളം മനസ്സ് ആ പരമാത്മാവിൽ എത്തിയിട്ടുണ്ടാവും. ആ ആള് ഭഗവാനെ വിളിച്ച പേരാണ് നാരായണ രൂപത്തിലുള്ള ശിവ നമസ്കാരം, ശിവരൂപത്തിലുള്ള നാരായണ നമസ്കാരം. നമ്മൾ പലപ്പോഴും ഇതൊന്നും കാണില്ല. നമ്മൾ ആ ചട്ടക്കൂടൊക്കെ നോക്കിയിട്ട് അത് മാത്രമാക്കിയിട്ട് ഈ ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ പുരാണങ്ങളെ വിലയിരുത്തുന്നു. ഇതിലൊക്കെ താല്പര്യം, ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ താല്പര്യം ഉള്ളിൽ ആ ഭഗവാനെ വെച്ച് നല്ലൊരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് തരിക. എന്താ ഈ വർണ്ണക്കടലാസ്? അതാണ് കഥ. നമ്മൾ കഥ മാത്രം കേട്ടിരിക്കും, കഥ മാത്രം ആസ്വദിക്കും. ഇതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ഇപ്പോൾ ഉള്ളുന്ന മെല്ലെ ഒരാൾ പറയുന്നത് തുറന്നു നോക്കും. നമ്മൾ ഈ വർണ്ണക്കടലാസ് തുറന്നു നോക്കില്ല, ഈ കഥ തുറന്നു നോക്കില്ല. എന്നിട്ട് കഥയിൽ മാത്രം കുടുങ്ങി ആരാ ശ്രേഷ്ഠൻ, ആരാ വലിയവൻ, ആരാ താഴെയുള്ളവൻ, ആരാ ശക്തിയുള്ളവൻ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കും. ഇനി അടുത്ത കഞ്ചുകത്തിലേക്ക് വരികയാണ്. നിയതി പറഞ്ഞു, അത് കഴിഞ്ഞാൽ വിദ്യ. ഭഗവാനില് ഈ കല സർവജ്ഞത്വം എന്നുള്ള ഭാവത്തിലാണ്. സർവം അറിയാനുള്ള അവസ്ഥ, സർവ്വതിനെയും അറിയണ അവസ്ഥ. അതിനെ കുറക്കണാണ് മായയുടെ വിദ്യ, കേവലമായിട്ടുള്ള അറിവ്, ഭൗതികതയെ സംബന്ധിച്ചുള്ള കേവലമായിട്ടുള്ള അറിവ്. ഞാൻ എൻ്റേത് തുടങ്ങിയിട്ടുള്ള അറിവ്, അത് ബന്ധനം ഉണ്ടാക്കുന്നതാണ്. ഈ ബന്ധനം ഉള്ളപ്പോൾ മാത്രമാണ് പ്രപഞ്ചം നിലനിൽക്കുക. പ്രപഞ്ചം ഈ താളത്തിൽ, ഈ കാരണഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ മായ കൂടിയേ തീരും. അതിനാണ് ആവരണം ചെയ്യുന്നത്. എല്ലാവരും നാളെ മുതൽ ഇതൊന്നും വേണ്ടാട്ടോ എന്ന് വിചാരിച്ച് നടന്നാൽ ആലോചിച്ച് നോക്കും, പ്രപഞ്ചം ഉണ്ടാവും. അതിനെന്ത് വേണം? കാലം വേണം, കല വേണം, നിയതി വേണം. ഒന്നിനൊന്നില്ല, നാശമില്ല. ഒരു ചരാചരത്തിനും നാശമില്ല. അവസ്ഥ ആലോചിക്കുക. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നും താളത്തിൽ നടക്കില്ല. അതിനെന്ത് വേണം? അപ്പോൾ കാലത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് വരണം, കലയുടെ ചട്ടക്കൂടിനുള്ളിലേക്ക് വരണം, വിദ്യയുടെ ചട്ടക്കൂടിനുള്ളിലേക്ക് വരണം. അവിടെ തന്നെ എല്ലാ കാലവും നിൽക്കാനുള്ളതല്ല, മറിച്ച് ആ ശിവനിലേക്ക് യോജിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ യോജിപ്പിക്കുന്ന അവസ്ഥ, അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ യോജിപ്പിക്കുന്ന അവസ്ഥയുടെ പേരാണ് മോക്ഷം, മറ്റൊന്നല്ല. ആ പ്രാണനെ ശിവനിൽ യോജിപ്പിക്കും. വിദ്യ, വിദ്യ കഴിഞ്ഞാൽ രാഗം. അവസാനം പറയാൻ വെച്ചതാണ്. കാരണം ഏറ്റവും കഠിനമായിട്ടുള്ള ബന്ധനങ്ങളിലൊന്ന് രാഗമാണ്. ആഗ്രഹത്തെ സംബന്ധിച്ച് ബന്ധനം ഉണ്ടാക്കുന്നതെന്തോ അത് രാഗം. എന്താണോ ആഗ്രഹത്തെ സംബന്ധിച്ച് നമുക്ക് ബന്ധനം ഉണ്ടാക്കുന്നത്, അയാള് രാഗമാണ്. പൂർണ്ണത്വത്തെ കുറക്കുന്നതാണ്. ശ്രീപരമേശ്വരൻ്റെ അത് പൂർണ്ണതയാണ്. ശ്രീപരമേശ്വരനിലുള്ള പൂർണ്ണത എന്നുള്ള കല മായയിൽ ചേർന്ന് മായയ്ക്ക് വിധേയനായിട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും? അപൂർണതയായിട്ട് മാറും. ഒന്നിലും തൃപ്തിയില്ലാത്ത അവസ്ഥ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇത്ര നേരം തത്വം തൊട്ട് ഉറങ്ങുകയാണ് എല്ലാവരും. അതുകൊണ്ട് വളരെ ലളിതമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടത് പറയാം. നിങ്ങളൊരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കും. കല്യാണത്തിന് പോയി സദ്യ വളരെ ഗംഭീരമാണ്. എന്താ പറയുക? പായസം അത്ര പോകും. ഇനി പായസവും ഗംഭീരമാണ്. എന്താ പറയുക? കൂടെ തന്ന പഴം അത്ര പഴുത്തിട്ടില്ല. കൂടെ തന്ന പഴം അത്ര പഴുത്തിട്ടില്ല കേട്ടോ. ഒന്നിനും തൃപ്തിയില്ലാത്ത അവസ്ഥ. ഇതാണ് രാഗം എന്ന് വിചാരിക്കരുത്. ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒന്നിനും തൃപ്തിയില്ലാത്ത അവസ്ഥ, അതാണ് രാഗം. ഒന്നിനും തൃപ്തിയില്ലാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആഗ്രഹങ്ങൾ കൂടും. അതെന്തിന് കാരണമാവും? ബന്ധനത്തിന് കാരണമാവും. അതുകൊണ്ടാണ് അമ്മയെ രാഗസ്വരൂപ പാശാഢ്യ എന്ന് വിളിച്ചത്. രാഗമാകുന്ന പാശത്തോടു കൂടി ഇരിക്കുന്നവർ, രാഗമാകുന്ന പാശത്തോടു കൂടി ശോഭിക്കുന്നവർ. പാശം എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കയർ എന്തിനാ ഉപയോഗിക്കുക? കെട്ടാൻ. വേറെന്തിനും ഉപയോഗിക്കുക? കയർ കെട്ടാനാണ് ഉപയോഗിക്കുക. ബന്ധനത്തിൻ്റെ പര്യായപദമായിട്ട് തന്നെയാണ് അവിടെ രാഗം ഉപയോഗിച്ചത്. ഏറ്റവും വലിയ ബന്ധനം.
അപ്പം മായയുടെ ഈ 5 കഞ്ചുകങ്ങൾ, മായയ്ക്ക് ശ്രീ പരമേശ്വരൻ സ്വയം വിധേയനായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? പുരുഷൻ. ആ പുരുഷന്റെ പ്രകൃതി. അടുത്തത് ആ പ്രകൃതി എന്ത് ചെയ്യും? ബുദ്ധി, മനസ്സ്, അഹങ്കാരം. ഈ 3 ഭാഗങ്ങളായിട്ട് മാറും. ഈ അഹങ്കാരം എന്തായിട്ട് ചെയ്യും? അഹങ്കാരം പഞ്ചഭൂതങ്ങളായിട്ട് മാറും. ഇത് പഞ്ചഭൂതങ്ങളായിട്ട് മാറും. അതിന് മുന്നേ 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളായിട്ട് മാറും. അത് പഞ്ചതന്മാത്രകളെ അടിസ്ഥാനമാക്കിയിട്ട് രസം, രൂപം, ഗന്ധം എന്നിങ്ങനെ 5 തന്മാത്രകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്തായിട്ട് മാറും? ശബ്ദം എന്നിങ്ങനെ 5 തന്മാത്രകളെ അടിസ്ഥാനമാക്കിയിട്ട് പഞ്ചഭൂതങ്ങളായിട്ട് മാറും. ഈ പഞ്ചഭൂതങ്ങളെ വർണ്ണിക്കുന്നിടത്താണ് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പഞ്ചഭൂതങ്ങളെയും വർണ്ണിച്ച് കഞ്ചുകങ്ങളെയാണ് പിന്നെ വർണ്ണിക്കുന്നത്. കഞ്ചുകങ്ങൾ അവസാനമാണ് വർണ്ണിക്കുന്നത്. ശൈവത്തിലുള്ള ആ ഒരു ക്രമം തെറ്റുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ തന്നെ കഞ്ചുകങ്ങളെ പറഞ്ഞത്. പുരാണത്തിൽ ആദ്യമേ പറയുന്നുണ്ട് പഞ്ചഭൂതങ്ങളെ പറ്റിയിട്ട്. പഞ്ചഭൂതങ്ങളിൽ അദ്ദേഹം പറയുകയാണ് ആദ്യം ആകാശം. ആദ്യം എന്ത് ചെയ്യാണ്? ആകാശം. ആ ആകാശത്തിൽ അതിനുശേഷം വരുന്നത് വായു, അത് കഴിഞ്ഞാൽ അഗ്നി, അത് കഴിഞ്ഞാൽ ജലം, അത് കഴിഞ്ഞാൽ പൃഥ്വി. ഇങ്ങനെ 5 ഭൂതങ്ങൾ. ഈ 5 ഭൂതങ്ങൾ ചേരുമ്പോൾ എന്തായിട്ട് മാറി? പ്രപഞ്ചം. അതിനാണ് പ്രപഞ്ചം എന്ന് പറയും. പ്രധാനപ്പെട്ട 5 ഭൂതങ്ങൾ ചേർന്നിട്ടുള്ളതുണ്ടോ അത് പ്രപഞ്ചം. ആലോചിച്ചു. ഈ 36 തത്വങ്ങളെയാണ് ശൈവം പറയുന്നത്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പുരാണവും ശിവതത്വമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശിവൻ, ശിവനിൽ നിന്ന് ശക്തി, ശക്തി, ആ ശിവൻ ശക്തി രണ്ടും ചേർന്നിട്ടുള്ള ശിവശക്തി സംയോഗത്തിൽ നിന്നുണ്ടായിട്ട് മാറും സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. അത് കഴിഞ്ഞാൽ മായ, മായയുടെ 5 കഞ്ചുകങ്ങൾ. അതും കഴിയുമ്പോൾ മായയ്ക്ക് വിധേയനായിട്ട് ശ്രീപരമേശ്വരൻ പുരുഷനായിട്ട് മാറുന്നു. ആ പുരുഷന്റെ കർമ്മഭാവത്തിൽ പ്രകൃതി, ആ പ്രകൃതിയുടെ 3 ആഭാസങ്ങൾ ബുദ്ധി, മനസ്സ്, അഹങ്കാരം. അഹങ്കാരം 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളായിട്ട് മാറും. പിന്നെ 5 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പഞ്ചഭൂതം. ആ ശിവനെന്ന് ഒന്നൊന്നായിട്ടതളവില്ല. വളരെ മനോഹരമായിട്ട് പുരാണം ഈ കാര്യം പറഞ്ഞു വെക്കും. വാമദേവനും സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിലുള്ള സംവാദത്തിലൂടെ. ഇതാണ് പ്രപഞ്ചതത്വം. ഇതിനെന്ത് ചെയ്യുക? തിരിച്ചു മടക്കുക. നമുക്കും ഇതുകൊണ്ട് എന്താ കിട്ടുക? അതാണ് ചോദ്യം. നമ്മളെന്തിനാണ് ഇത് പഠിക്കുന്നത്? തിരിച്ചു മടക്കാനുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, പഞ്ചകർമ്മേന്ദ്രിയങ്ങളെ, പ്രകൃതിയെ, പുരുഷനെ, അവിടുന്ന് മായ, അവിടുന്ന് സദ്വിദ്യ, അവിടുന്ന് ഈശ്വരൻ, അവിടുന്ന് സദാശിവൻ, അവിടുന്ന് ശക്തി, അവസാനമായ ശിവൻ. തിരിച്ചു മടക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. ആ നിവർത്തി വെച്ചതിനെ നമ്മളൊന്ന് തിരിച്ചു മടക്കുക. അവസാനം നമ്മൾ മനസ്സിലാക്കും തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താ? ശിവോഹം ശിവോഹം, ഞാൻ ആ ശിവനാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഏറ്റവും ആദ്യത്തെ പടിയിൽ നിൽക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ പടി അതാണ് നാമജപം. വിധിവിധാനങ്ങളൊന്നും നോക്കാതെ ആർക്കും ജപിക്കാവുന്നത് ആ ഭഗവാന്റെ നാമം ജപിക്കാനുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് മടക്കി 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 ആ ശിവനിൽ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശിവതത്വം ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അതിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരെയും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. ഹരി ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ആദ്യം തന്നെ ഇങ്ങനെയൊരു ആശയസംവേദനത്തിന് വേദിയൊരുക്കിയ ക്ഷേത്രത്തിൻ്റെ സംഘാടകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനുമുപരി ഗാനമേള കേൾക്കാനുള്ള ആ ഒരു ആവേശത്തിൻ്റെ ഇടയിലും എൻ്റെ വാക്കുകൾ മനസ്സും ചെവിയും തന്നെ കേട്ടിരുന്ന ഓരോ ഭക്തരും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ആ പരമേശ്വരൻ നമ്മൾ ഓരോരുത്തരെയും ആ പാദങ്ങളിൽ ചേർക്കട്ടെ എന്ന് മാത്രം പ്രത്യാശ കൊണ്ട് നിർത്തുന്നു.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.